വെടിനിർത്തൽ കരാറിലെ വ്യവസ്ഥകൾ പ്രകാരം 3 ബന്ദികളെ ഇസ്രയേലിന് കൈമാറി ഹമാസ്. ബന്ദികളെ കൈമാറില്ലെന്ന് ഹമാസ് നിലപാടെടുത്തതിന് പിന്നാലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെയും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെയും മുന്നറിയിപ്പ് വന്നിരുന്നു. നിശ്ചയിച്ച സമയത്ത് മുഴുവൻ ബന്ദികളെയും വിട്ടയച്ചില്ലെങ്കിൽ ഗസ നരകമാകുമെന്നായിരുന്നു ട്രംപ് പറഞ്ഞത്. തുടർന്നാണ് ഗസയിൽ ഒരു മുന്നേറ്റത്തിന് തയ്യാറെടുക്കുകയാണെന്ന നെതന്യാഹുവിന്റെ ഭീഷണി എത്തിയത്. ഇസ്രയേലി അമേരിക്കൻ വംശജനായ സാഗുയി ഡക്കൻ ചെൻ, ഇസ്രയേലി റഷ്യൻ വംശജനായ സാഷ ട്രുപ്പനോവ്, ഇസ്രയേൽ അർജന്റീനിയൻ വംശജനായ യെയർ ഹോൺ എന്നിവരെയാണ് ഹമാസ് മോചിപ്പിച്ചത്. വെടിനിർത്തൽ കരാറിലെ പ്രധാന വ്യവസ്ഥകളിലൊന്നായിരുന്നു ബന്ദി കൈമാറ്റം. ഇത് പ്രകാരം 369 പലസ്തീൻ തടവുകാർക്ക് പകരമായാണ് ഇസ്രയേലിൽ നിന്നുള്ള 3 ബന്ദികളെ കൈമാറുന്നത്. നേരത്തെ വെടിനിർത്തൽ കരാറിലെ വ്യവസ്ഥകൾ ഇസ്രയേൽ പാലിച്ചില്ലെന്നാരോപിച്ചാണ് ബന്ദിമോചനം വൈകിപ്പിക്കുമെന്ന് ഹമാസ് ഭീഷണി മുഴക്കിയത്.